ഈ കവാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത് തുറക്കാറുള്ളത്. നമസ്കാരം, സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിലമ്പൂർ തേക്കും, മറ്റൊന്ന് നിലമ്പൂർ കോവിലകവും. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നിലമ്പൂർ കോവിലകത്തിൻ്റെ ഈ കവാടത്തിന് മുന്നിലാണ്. ഇന്നത്തെ നിലമ്പൂർ കോവിലകത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ നിലമ്പൂർ കോവിലകത്തിൻ്റെ കോമൺ പ്രോപ്പർട്ടി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇവിടെ ഇവർ ഇപ്പോഴും 600 വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള എല്ലാ രേഖകളും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കവാടം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ഒരുപാട് കോവിലകങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണ് ശരിക്കും നിലമ്പൂർ കോവിലകം എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ പുത്തൻ കോവിലകം എന്നറിയപ്പെടുന്ന ഒരു കോവിലകമാണ്. നമുക്ക് ഇപ്പോൾ അത് അടച്ചിട്ടതാണ്, നമുക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനമില്ല. ഇതാണ് നിലമ്പൂർ കോവിലകത്തിനുള്ളിലെ വേട്ടേക്കൊരുമകൻ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രവുമായി പറയുകയാണെങ്കിൽ ഒരുപാട് പഴമ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നാടാണ് നമ്മുടെ നിലമ്പൂർ എന്ന് പറയുന്നത്. കാരണം ഇതോടനുബന്ധിച്ചാണ്, ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളാണ് ഇപ്പോഴും ഇവിടെ നിലമ്പൂർ പാട്ടുത്സവമായിട്ട് കൊണ്ടാടുന്നത്. എല്ലാ വർഷവും വളരെ ഗംഭീരമായി ഈ ഒരു നാട് മൊത്തം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു കൊണ്ടാടുന്ന ഒരു വലിയ ഉത്സവമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂർ പാട്ടുത്സവത്തിനെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളടുത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് സർവാണി സദ്യ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ആ സർവാണി സദ്യയിലെ സദ്യ ഒരുക്കുന്ന അഗ്രശാലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നാണ് സദ്യ ഒരുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടാലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ പഴമയൊക്കെ വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് ഈ അഗ്രശാല നിലനിൽക്കുന്നത്. പഴയ രീതിയിൽ തന്നെ മണ്ണിൽ തീർത്തിട്ടുള്ള അടുപ്പുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, വലിയ അടുപ്പ്. അത്രയും വലിയ സദ്യയാണ്. നമ്മുടെ നാടിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഉത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സദ്യ കഴിക്കാനൊക്കെ വരുന്നൊരു ഉത്സവമാണല്ലോ നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവം. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് വേണ്ട സദ്യ ഒരുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വിറകടുപ്പാണ്. വിറക് വെച്ചിട്ട് തന്നെ കത്തിച്ച് വലിയ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ അടുപ്പിലൂടെയാണ് അവർ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ശേഷിപ്പുകളും ഇപ്പോഴും അവരതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അഗ്രശാലയോട് ചേർന്ന് തന്നെ കാണാൻ കഴിയുന്ന വേറൊരു പഴമയുടെ കാഴ്ച തന്നെയാണ് ഈ ഒരു വലിയ കിണർ എന്ന് പറയുന്നത്. വളരെ വൃത്തിയായിട്ടും നല്ല ക്ലീനായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ആ ഒരു കപ്പി കണ്ടോ നിങ്ങൾ? പണ്ടത്തെ ആ ഒരു കാലത്തെ അവശേഷിപ്പ് തന്നെയാണത്. ഇപ്പോഴുള്ള കാലത്തൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇപ്പോഴും ഇവർ ക്ലീനായിട്ടും വളരെ നല്ല രീതിയിലും അത് കാത്തു സൂക്ഷിക്കുന്നു. ഈ സർവാണി സദ്യേൻ്റെ സമയത്താണെങ്കിലും നിലമ്പൂർ പാട്ടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു കിണറ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കപ്പി ഉപയോഗിച്ചിട്ട്, പഴയ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവർ വെള്ളം ഇവിടുന്ന് ശേഖരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ അഗ്രശാല. ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ ആ മരം കൊണ്ടുള്ള വാതിലുകളും വളരെ പഴമ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു അഗ്രശാലയാണ് ഇവിടെ കാണുന്നത്. വേട്ടേക്കൊരുമകൻ ക്ഷേത്രത്തിൻ്റെ വേറൊരു കവാടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ, അതിൻ്റെ പുറത്തേക്കുള്ള വേറൊരു കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയൊരു കൗതുകമായി തോന്നി. ഇന്നത്തെ സിറ്റുവേഷനിലൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു കവാടമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളുടെ ജനറേഷനിലുള്ള ആൾക്കാർക്കാർക്കും ഇതിൻ്റെ പേരറിയുന്നുണ്ടാവില്ല. എനിക്ക് വളരെ കൗതുകം തോന്നി. ഒരു ഇടുങ്ങിയ ഒരു ഇടനാഴി പോലെ വന്നിട്ട് പോരാനുള്ള ചെറിയൊരു കവാടം. ഒരു പഴമയുടെ ഒരു വളരെ പഴമയുടെ ആ ഒരു അവശേഷിപ്പായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത് കണ്ടിട്ട്.
വേട്ടയ്ക്കരുമൻ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കവാടമാണിത്. ഈ ഒരു കവാടത്തിലൂടെ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിലേക്ക് പോകാനുള്ള വഴിയും ഇതിലൂടെ തന്നെയാണ്. ഈ കുളത്തിലേക്ക് പോകുന്ന ഈ ഒരു പാസേജിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ചെറിയ ചെറിയ കോവിലകങ്ങൾ. ഒരുപാട് പഴയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതേപോലെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് വളരെ കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നിലമ്പൂർ കോവിലകത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. പഴയ രീതിയിലുള്ള ആ ഒരു ചെങ്കല്ല് 4 ഭാഗവും ചെത്തി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കുളത്തിൻ്റെ ഭംഗി നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു കുളം തന്നെയാണ്. ഇത് ആളുകൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ കാട് മൂടി കിടക്കുന്നുണ്ടാവുക. പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രൗഢിയിൽ തന്നെ അത് അവർ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. കണ്ടിട്ട് വളരെ കൗതുകമായി തോന്നുന്നു ഇപ്പോഴും ഇതിൻ്റെ ഒരു അവശേഷിപ്പ് ഇവിടെ കാണുമ്പോൾ. നിലമ്പൂർ കോവിലകത്തിൻ്റെ മറ്റൊരു കവാടമാണിത്. ഈ കവാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത് തുറക്കാറുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഒരു കവാടം തുറക്കാറുള്ളത്. ഉള്ളിലൊരു കാവാണുള്ളത്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ ചുറ്റുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂർ കോവിലകത്തിന് പുറകിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ വിശേഷങ്ങളിലേക്കാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കണ്ടാലോ? നിലമ്പൂർ കോവിലകത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കാഴ്ചയായിട്ട് നമുക്ക് കാണാം. ബൈ.